നമ്മൾ പലരും ഐഫോൺ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണമാണ് ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസ് വൺസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും തിരിച്ചിതിൽ നിന്ന് ബാക്കിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പല വ്ളോഗേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും അവർ ഹാൻഡ് ഹെൽഡ് ആയിട്ട് അല്ലെങ്കിൽ കയ്യിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ഐഫോൺ ആയിരിക്കും. ഇതിനെല്ലാം ഉപരി നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫേമസ് ഹാഷ്ടാഗ് തന്നെ ഇതിനുണ്ട്, ഷോട്ട് ഓൺ ഐഫോൺ. ഈ ഒരു ഹാഷ്ടാഗ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ലഭിക്കുന്ന ഇമേജസും വീഡിയോസും കണ്ടാൽ നമുക്ക് തന്നെ ഒരു സംശയം വരും ഇത് യഥാർത്ഥത്തിൽ ഐഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോസും ഫോട്ടോസും ആണെന്നുള്ളത്. കാരണം അത്രയധികം അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസാണ് നമ്മളുടെ കയ്യിലുള്ളത്. പക്ഷേ നമ്മൾ ആരും തന്നെ യൂട്ടിലൈസ് ചെയ്യാറുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ക്യാമറയുടെ കുറച്ച് ഫീച്ചേഴ്സും ഹാക്കുകളുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് ഐഫോണിൽ റോ ഫോട്ടോസ് അല്ലെങ്കിൽ റോ ഇമേജസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ റോ എന്ന് പറയുന്നത് നമുക്ക് ഇമേജ് പ്രോസസ്സിംഗ് ഒന്നും കൂടാതെ അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ സഹായം ഒന്നും ഇല്ലാതെ എടുക്കാൻ സാധിക്കുന്ന ക്യാമറ സെൻസറിൽ എടുക്കാൻ സാധിക്കുന്ന ആ ഒരു ഇമേജാണ് റോ എന്ന് പറയുന്നത്. ഈ റോ ഇമേജസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഡീറ്റെയിലിങ് ഓരോ കാര്യങ്ങളും ആ ഒരു പിക്ചറിനകത്തുള്ള എന്തൊക്കെ സബ്ജക്റ്റ് ആണോ അതിൻ്റെയൊക്കെ ഡീറ്റെയിലിങ് അടിപൊളിയായിരിക്കും. നമുക്ക് സൂം ചെയ്താലും അല്പം ക്രോപ്പ് ചെയ്താൽ പോലും നമുക്ക് ആ ഒരു ഡീറ്റെയിലിങ്ങിനകത്ത് വലിയ കുറവൊന്നും സംഭവിക്കത്തില്ല. എസ്പെഷ്യലി ഐഫോൺ 14 വരുമ്പം ഐഫോൺ 14 നിങ്ങൾക്കറിയാം നമ്മുടെ സ്റ്റാൻഡേർഡ് വൈഡ് ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലാണ്, 48 മെഗാ പിക്സൽ. അതോടൊപ്പം തന്നെ ഈ റോ എന്ന് പറയുന്ന ഫോർമാറ്റ് ഉള്ളത് 3 ഐഫോണുകളിലാണ്. അത് ഐഫോൺ 12 Pro Max, 13 Pro Max ആൻഡ് 14 Pro Max. ഇതൊഴികെയുള്ള ബാക്കി ഒരു ഡിവൈസുകളിലും നമുക്ക് റോ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇതോടൊപ്പം തന്നെ ആപ്പിൾ ഈ റോ ഫോട്ടോസിനെ അല്ലെങ്കിൽ ഇമേജസിനെ ഒരു പ്രത്യേക പേരിട്ടാണ് വിളിക്കുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് റോ എന്നാണ്. നമ്മൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ക്യാമറ സെറ്റിംഗ്സിനകത്ത് ഫോർമാറ്റ്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ആപ്പിൾ റോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ആപ്പിൾ ഇതിനെ വെറുതെ റോ എന്ന് വിളിക്കുന്നതിന് പകരം ഒരു റോ എന്ന് പറയുന്നത്. ഈ റോ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ റോ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ സപ്പോർട്ടും കൂടെ ലഭിക്കുന്നുണ്ട്. അതായത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ റോ ഫോർമാറ്റിൽ എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതിനകത്ത് ഡീപ്പ് ഫ്യൂഷൻ അതേപോലെ തന്നെ സ്മാർട്ട് HDR ഇതിൻ്റെയൊക്കെ ഫംഗ്ഷനാലിറ്റി ഇതിനകത്ത് ബിൽറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം റോ ആയിട്ടുള്ള ഇമേജിൻ്റെ സെൻസർ ഡേറ്റ പ്ലസ് നമുക്ക് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ തന്നെ കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഈ ഡീപ്പ് ഫ്യൂഷൻ അതിൻ്റെയൊക്കെ സഹായത്തോടെ വരുന്ന ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഫോട്ടോ ആയിരിക്കും ആപ്പിളിൻ്റെ റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയത്തില്ല, എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ റോ ഇട്ട് തന്നെ ഫോട്ടോസ് എല്ലാം എടുക്കണം എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ റോ ഇട്ട് എടുക്കുമ്പോൾ ഉള്ള കുഴപ്പം അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സൈസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ എന്ന് തോന്നുന്ന ഒരു കോമ്പോസിഷൻ കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റോ ഇട്ടെടുക്കാമെന്നാണ്. കാരണം നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിലേക്ക് വരുമ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിലിങ്ങോടെ നമുക്ക് ഡീറ്റെയിലിങ്സ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ഫീച്ചറാണ് ഗ്രിഡ്സ്, അതായത് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമുക്ക് അവിടെ ഗ്രിഡ് കാണാൻ സാധിക്കും. അതായത് 3 റോയും 3 കോളവുമായിട്ട് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 റോ 3 കോളം. അതിൽ നമുക്ക് 4 പോയിന്റുകൾ, അതായത് ഈ പറഞ്ഞ റോസ് ആൻഡ് കോളംസ് വന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന 4 പോയിന്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സെൻറ്ററിൽ. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. ഇതിൽ ഈ പോയിന്റ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോമ്പസിഷനിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ക്യാമറയുടെ ഓപ്ഷനിൽ പോവുക. അതിൽ നിങ്ങൾക്ക് കാണാം കോമ്പോസിഷൻ എന്നുള്ളത് ഗ്രിഡ് എന്ന് പറയുന്നത്. ഗ്രിഡ്സ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ആദ്യമേ ഈ ഒരു ഗ്രിഡ് ഞാൻ കാണിച്ചപ്പം നിങ്ങൾക്ക് കണ്ടു കാണും നമുക്ക് ആ എക്സ്പോഷർ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രിഡ് വളരെ വിസിബിളായിട്ട് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് എക്സ്പോഷർ കൺട്രോൾ എന്ന് പറയുന്നത്. എക്സ്പോഷർ നമുക്ക് ഐഫോണിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫംഗ്ഷനാലിറ്റി നേരത്തെ മുതലേ ഐഫോണിലുള്ളതാണ്. അതായത് AF-ഉം ഓട്ടോ ഫോക്കസും AE ഓട്ടോ എക്സ്പോഷർ ലോക്കിംഗ് ആണ് ഈ ഒരു ഫംഗ്ഷനാലിറ്റി. ഇത് നേരത്തെ മുതലുള്ളൊരു ഫീച്ചറാണ്. പക്ഷേ നമുക്ക് iOS 16 iOS 15 വന്നപ്പം നമുക്ക് ആപ്പിൾ കുറച്ചും കൂടെ അതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാമറയുടെ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും നമുക്ക് എക്സ്പോഷർ കൺട്രോൾ അതിൻ്റെ ഓപ്ഷൻ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 00 എന്ന് പറയുന്നത് നോർമലാണ്. ഇത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആദ്യമേ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഈ സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എക്സ്പോഷർ. പക്ഷേ ഇത് എത്രയാണ് കൂട്ടുന്നത് എത്ര കുറയ്ക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ അവിടെ ലഭിക്കത്തില്ല. അതിനുവേണ്ടിയാണ് നമുക്ക് ഇവിടെ ഈ ഒരു മീറ്ററിങ് അല്ലെങ്കിൽ എക്സ്പോഷർ കൺട്രോൾ മീറ്ററിങ് ഏറ്റവും ടോപ്പിൽ കൊടുത്തത്. ഇനി നിങ്ങൾക്കത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തേക്ക് നമ്മൾ മേളത്തേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എക്സ്പോഷർ കൺട്രോൾ. ഇവിടെ നിന്ന് നമുക്ക് ആ
കൃത്യം വാല്യൂ അനുസരിച്ച് എക്സ്പോഷർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിലെ നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ക്വിക്ക് ആക്ഷൻസ് ആണ്. നമുക്ക് ഐഫോണിൽ ക്വിക്ക് ആക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ താഴെ നിന്ന് മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് ആക്ഷൻസ് ഇവിടെ ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ മേളിൽ പോയി ഈ ഓപ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമുക്ക് താഴെ നിന്ന് തന്നെ ഈ ഒരു വൺ ഹാൻഡ് യൂസേജിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു ക്വിക്ക് ആക്ഷൻസ് യൂസ് ചെയ്തപ്പോൾ കണ്ടു കാണും, നമുക്ക് ആ ഒരു സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഫ്ലവറിൻ്റെ ഐക്കൺ അവിടെ വന്നിരിക്കുന്നത് പോപ്പപ്പ് ആയിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് അത് ആക്ച്വലി നമുക്ക് മാക്രോ മോഡാണ്. ഐഫോൺ 13 പ്രോയിലും 14 പ്രോയിലും മാത്രമേ ഉള്ളൂ നമുക്ക് മാക്രോ മോഡുള്ളൂ. അപ്പം പ്രോ മോഡൽസ് 13നും 14നും പ്രോ മോഡൽസ് യൂസ് ചെയ്യുന്നവർക്ക് മാക്രോ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ചെടുത്ത ഏതാനും ചില ഇമേജസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്കറിയാം ഐഫോണിൽ നമുക്ക് മാക്രോ ക്യാമറ എന്ന് പറയുന്ന ഒരു ക്യാമറ ഒന്നും കൊടുത്തിട്ടില്ല. മറ്റുള്ള മാനുഫാക്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം മറ്റുള്ള മാനുഫാക്ചേഴ്സ് അതിൽ 2 MB 5 MB മാക്രോ ക്യാമറ തന്നെ ഡെഡിക്കേറ്റഡ് ക്യാമറ തന്നെ യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലുള്ള ബിൽറ്റ് ഇൻ 3 ക്യാമറയിൽ അതിനെ നമുക്ക് കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ സഹായത്തോടെ നമുക്ക് മാക്രോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മോഡാണ് ഈ ഒരു മാക്രോ മോഡ്. ഈ മാക്രോ മോഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ലെൻസ് കറക്ഷൻ. ഈ ഒരു ഫീച്ചർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അൾട്രാ വൈഡ് മോഡിലൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ വൈഡായിട്ടുള്ള ഇമേജസ് ആണ് ലഭിക്കുന്നത്. ഈ ഒരു സമയത്തുണ്ടാകുന്ന പ്രധാന പ്രോബ്ലമാണ് ലെൻസ് ഡിസ്ട്രോഷൻ എന്ന് പറയുന്നത്. അതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ലെൻസ് കറക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എനേബിൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അൾട്രാ വൈഡിൽ ഫോട്ടോസ് എടുത്താൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ലെൻസിൻ്റെ ഡിസ്ട്രോഷൻ ഉണ്ടായാൽ അത് ഓട്ടോമാറ്റിക്കലി റീകറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിലെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് HDR. ആപ്പിൾ ഇതിനെ വിളിക്കുന്നത് സ്മാർട്ട് HDR എന്നാണ്. നമുക്കറിയാം ഐഫോൺ 13 പ്രോ 14 പ്രോ 12 പ്രോ ഇതിലൊക്കെ ഉണ്ട് സ്മാർട്ട് HDR. പക്ഷേ ഇതിലൊന്നും നമുക്ക് ഇതിനെ മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പം നിലവിലത്തെ ക്യാമറ സെറ്റിംഗ്സിൽ. പക്ഷേ ബാക്കിയുള്ള ഡിവൈസുകളിലൊക്കെ നമുക്ക് ഇതിനെ സ്മാർട്ട് HDR എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്താണ് HDR? എവിടെയാണ് നമുക്കിത് യൂസ് ചെയ്യുന്നത്? HDR എന്ന് പറയുന്നത് ഹൈ ഡൈനാമിക് റേഞ്ച്. ഇത് നമുക്ക് യൂസ്ഫുൾ ആകുന്നത് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സിനേറിയോ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓവറായിട്ട് ബ്രൈറ്റ് ആണെങ്കിൽ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഷാഡോസ് എന്ന് പറയുന്നത് വളരെ ഡാർക്ക് ആണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു ഇമേജിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണോ വെട്ടത്തിലുള്ളത് അത് നല്ല വെട്ടമായിട്ടും അല്ലെങ്കിൽ ഓവറായിട്ട് ബ്രൈറ്റ് ആയിട്ടും, എന്താണോ ഇരുട്ടിലുള്ളത് അല്ലെങ്കിൽ ഷാഡോ കൂടുതലുള്ളത് അത് ഒട്ടും തന്നെ കാണാൻ സാധിക്കാത്ത രീതിയിലായിരിക്കും അതിന് ലഭിക്കാൻ പോകുന്ന ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് HDR ഉപയോഗപ്പെടുന്നത്. ഐഫോണിൽ നമ്മൾ HDR മോഡിൽ എടുക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് ഒരൊറ്റ ഫോട്ടോ അല്ല. നമ്മൾ ആ ഒരു ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5ഉം 6ഉം 7ഉം ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഇമേജസ് ആയിരിക്കും ആപ്പിൾ അല്ലെങ്കിൽ ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ആ ഒരൊറ്റ ക്ലിക്കിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കൂടുതലും ഒന്നും കുറവല്ലാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഫോട്ടോ നമുക്ക് HDR മോഡിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ഇതിലുള്ള മറ്റൊരു ഫീച്ചറാണ് ആപ്പർച്ചർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഐഫോണിൽ ആപ്പർച്ചർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ. പിന്നീട് ഇതിലുള്ള മറ്റൊരു ഓപ്ഷനാണ് ആപ്പർച്ചർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഐഫോണിൽ ആപ്പർച്ചർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒറ്റൊരു ഓപ്ഷനുള്ളൂ, അതാണ് പോർട്രേറ്റ് മോഡ്. പോർട്രേറ്റ് മോഡിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ നമുക്ക് കാണാൻ സാധിക്കും F എന്ന് എഴുതിയ കുറച്ച് നമ്പരൊക്കെ എഴുതിയേക്കുന്ന ഇതാണ് ആപ്പർച്ചർ കൺട്രോൾ. പക്ഷേ ഇത് ആക്ച്വലി യഥാർത്ഥത്തിൽ ഫിസിക്കലി ആപ്പർച്ചർ റിങ് കൺട്രോൾ ചെയ്യുന്ന സംഭവമൊന്നുമല്ല. ഇതൊരു കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ആപ്പർച്ചർ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബോക്ക സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോർട്രേറ്റ് മോഡിൽ. അങ്ങനെ എടുക്കുന്ന ഇമേജസ് ആയിരിക്കും നിങ്ങൾ ഈ കാണുന്ന പോലെ നല്ല രസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിക്കൊണ്ട് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ കമ്പ്യൂട്ടേഷണൽ പരമായിട്ട് ആപ്പർച്ചറിനെ കൺട്രോൾ ചെയ്യാനേ ഇവിടെ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഫിസിക്കലി ഇതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഐഫോണിൽ വരുന്ന ലെൻസ് എല്ലാം തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള ആപ്പർച്ചർ ഉള്ളതാണ്. അതിന് ഇതിലെ ഏറ്റവും അവസാനത്തെ ഫീച്ചറാണ് നൈറ്റ് മോഡ്. നൈറ്റ് മോഡ് എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് ഐഫോൺ 11 മുതൽ ബാക്കിയുള്ള മേലിലേക്കുള്ള എല്ലാ ഡിവൈസുകളും നമുക്ക് അവൈലബിൾ ആണ്. അതിന് താഴേക്കുള്ള ഒരു ഡിവൈസിലും നമുക്ക് നൈറ്റ് മോഡ് ഇല്ല, ഈവൻ ഐഫോൺ 10s പോലും. അപ്പോൾ നമ്മൾ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണാം ആ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു 5 seconds എന്നൊക്കെ എഴുതി കാണിക്കുന്നതാണ് നമ്മുടെ നൈറ്റ് മോഡ്. ഈ ഒരു ഫംഗ്ഷനാലിറ്റി, ഈ ഒരു ഫീച്ചർ കൊണ്ട് നമുക്ക് നല്ല കുറ്റാക്കൂരി ഇരുട്ടിലും ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. കാരണം കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ സഹായത്തോടെ ആയിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എടുത്ത ഒരു ഇമേജാണ് ഇതിൽ കാണുന്നത്. പക്ക ഇരുട്ടാണ്. രാത്രിയിൽ നമ്മൾ ഇമേജ് എടുക്കുമ്പോൾ ഒരു കുഴപ്പം, നൈറ്റ് മോഡിൽ എടുക്കുമ്പോൾ ഒരു കുഴപ്പം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റാൻഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് ഇല്ലാതെയാണ് നിങ്ങൾ ഹാൻഡ് ഹെൽഡായിട്ട് കയ്യിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്ലറി ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ കാണാം ആ ഒരു വാച്ച്, അതിലെ ആ ലൈറ്റൊന്നും നമുക്ക് ഇച്ചിരി ബ്ലറി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ കയ്യിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചെറിയ ഷേക്കിങ്, കയ്യിലൊരു മൈക്രോ ഷേക്കിങ് വന്നാൽ പോലും നമുക്കത് ആ ഒരു ഇമേജിനെ ബാധിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കും നൈറ്റ് മോഡിൽ എടുത്തിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഒട്ടും തന്നെ ഒരു കാര്യം കാണാൻ സാധിക്കാത്തതെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ 5 seconds മാത്രമേ ഉള്ളൂ സെൻസർ ഓപ്പൺ ആയിരിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് അപ് ടു 30
സെക്കൻഡ്സിലേക്ക് വരെ നമുക്ക് സെൻസർ ഓപ്പൺ ചെയ്ത് വെക്കാം. വെൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ. അതോടൊപ്പം തന്നെ നമുക്ക് വെൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇമേജ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്വിക്ക് ആക്ഷൻസ് ചെയ്യുന്നത് നമുക്ക് നൈറ്റ് മോഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ 5 സെക്കൻഡ്സ് ആണ് ഓട്ടോ കിടക്കുന്നത്. അപ് ടു 30 സെക്കൻഡ്സ് വരെ നമുക്കിത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഓഫ് ചെയ്യാനും സാധിക്കും. അപ് ടു 30 സെക്കൻഡ്സ് ആദ്യം 10 ആണ് വരുന്നത്, പിന്നെ 30 കാണിക്കും. അപ്പോൾ ആ 30 സെക്കൻഡ്സിലേക്ക് നമുക്ക് ഈ ഒരു സെൻസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള മാക്സിമം ലൈറ്റ് ഇതിനകത്ത് കയറ്റി നമുക്ക് ആ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഐഫോണിൽ ഉപയോഗിക്കുന്നവർ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ക്യാമറയുടെ ഫീച്ചേഴ്സ് ആൻഡ് ഹാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് യുവേഴ്സ്. വൺസ് അഗൈൻ ദിസ് ഇസ് മീ മില്ലൻ. Catch you guys in the next video. Till then, peace.